ഹായ്, ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: വെണ്ടയ്ക്ക 300 ഗ്രാം, കറിവേപ്പില, പച്ചമുളക് 4 എണ്ണം, സവോള ചെറുതായി അരിഞ്ഞത്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത്രത്തോളം വെളിച്ചെണ്ണയുടെ ആവശ്യം വരില്ല. ഞാനിവിടെ ഇരുമ്പ് ചട്ടിയാണ് ഉപയോഗിച്ചത്, അതുകൊണ്ട് ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ഇടാം. വെണ്ടയ്ക്ക ഇട്ട ശേഷം നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു സവാളയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സവാളയും പച്ചമുളകും നമുക്കിതിലേക്ക് ചേർക്കാം. അല്പം മഞ്ഞൾപ്പൊടിയും ഇടാം. ഇട്ട ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. തുറന്ന് വെച്ച് വേവിച്ചാൽ മാത്രമേ ഇതിൻ്റെ വഴുവഴുപ്പ് മാറിക്കിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എന്താക്കാം, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കാം. എന്നിട്ട് ഈ വഴുവഴുപ്പ് പോകുന്നത് വരെ കുറച്ച് തീ കൂട്ടിയിട്ട് നമുക്ക് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിട്ട് വേവിക്കാം. ഇത് ഏകദേശം പാകമായി തുടങ്ങുന്നുണ്ട്. അതായത് ഇതിൻ്റെ വഴുവഴുപ്പ് നന്നായി കുറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കല്പം കുരുമുളക് പൊടി ചേർക്കാം. ഏകദേശം ഒരു 2 ചെറിയ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എരിവിൻ്റെ അനുസരിച്ച് നമുക്കത് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കെല്ലാം ഉപ്പേരി വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.